മുട്ട പോലുള്ള ഈ ഓട്ടോയില് ഞങ്ങളെ വെട്ടിച്ച് രക്ഷപ്പെടാന്ന് കരുതിയോ? ഈ കല്ലമ്പാറ കാട് മുഴുവൻ കൈവെള്ളയിലെ രേഖ പോലെ ടാർസന്. വണ്ടി എടുത്ത് മാറ്റടാ. ഞാഞ്ഞൂലും 10 വിടർത്താൻ തുടങ്ങിയോ? വെട്ടി നേരത്തെ രണ്ടിന്. അയ്യോ ശരിയാവില്ല. ഇവന്മാരെ കണ്ടിട്ട് മൊത്തത്തിലൊരു ഡാർക്ക് ഫീലുണ്ട്. എന്തോ ഉടായ്പ ആൾക്കാരാണെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും കൊട്ടേഷൻ ആയിരിക്കോ? ഹലോ. അതെ, ഞങ്ങൾ പൊക്കോണ്ടിരിക്കോ. ഇടയ്ക്ക് ഞങ്ങളുടെ ജീപ്പ് ഒന്ന് കേടായേ. ഇപ്പോഴോ? ഇപ്പൊ കാറില്. അതൊരു ടാക്സിയാ. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു പണി കിട്ടി. അത് ഞങ്ങൾ ശരിയാക്കി കൊടുത്തോളാം. ഇല്ലില്ല, ഒരു ദയം കാണിക്കത്തില്ല. തീർത്തിട്ടേ വരൂ. എല്ലാം കഴിഞ്ഞിട്ടേ വിളിക്കാം. എന്താ നോക്കുന്നേ? ഏയ് ചുമ്മാ. നേരെ നോക്കി വണ്ടി ഓടിക്കടാ. അവിടെ അമ്പലത്തിൽ എന്താ പരിപാടി സാറേ? അതെന്തിനാ നീ അറിയുന്നേ? അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. കൂടുതൽ അന്വേഷണം ഒന്നും വേണ്ട. നീ നിന്റെ ജോലി നോക്കിയാൽ മതി. ഇല്ല, പണി കിട്ടും, പറഞ്ഞേക്കാം. ഇവന്മാര് കൊട്ടേഷൻ ടീം തന്നെയാ. ഇത് മിക്കവാറും പണിയാവുന്ന തോന്നുന്നേ. സിനി ഗാഥ വന്നില്ലേ? അമ്പലമൊക്കെ കണ്ടിട്ട് ഇങ്ങ് വന്നോളാന്ന് പറഞ്ഞു മാം. ഓക്കെ. അല്ല മാം, ഈ പൂജ കൊണ്ട് ഗാഥാ മാഡത്തിന്റെ കുടുംബ പ്രശ്നങ്ങളൊക്കെ തീരണം. ഇവിടുത്തെ പൂജകളെല്ലാം ചെയ്തിട്ട് ധാരാളം പേരുടെ കുടുംബ പ്രശ്നങ്ങളെല്ലാം മാറിയതായിട്ട് ഞാൻ അറിഞ്ഞത്. എന്നാ പിന്നെ ഞാനും ഒന്ന് പരീക്ഷിച്ചു നോക്കാന്ന് കരുതി. അപ്പോ നവീനും വേണ്ടേ? രണ്ടുപേരും പൂജയ്ക്ക് പങ്കെടുക്കണമെന്നല്ലേ അന്ന് പറഞ്ഞത്? നവീനും നമ്മോടൊപ്പം വരാനായിട്ട് ഇറങ്ങിയതാ. എന്തോ അത്യാവശ്യമായിട്ട് മീറ്റിംഗ് വന്നിട്ടുണ്ടെന്ന്. നവീനും മാണിക്കുഞ്ഞും നാളെ പൂജയ്ക്ക് മുമ്പെത്തും. മമ്മി, എങ്ങനെയുണ്ട് അമ്പലവും പരിസരവും ഒക്കെ? ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ മോക്ക് ഇഷ്ടമായി കാണുന്ന മമ്മിക്ക് അറിയാം. മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബാ മമ്മി. പിന്നെ ഇവിടെ പൂജയ്ക്ക് കുറെ ആൾക്കാരും വന്നിട്ടുണ്ട്. ഞാൻ വിശദമായിട്ട് അന്വേഷിച്ചു. പൂജയുടെ ആദ്യ ദിവസമായ നാളെ ഭാര്യമാര് മാത്രം പങ്കെടുത്താൽ മതി. മറ്റന്നാളാണ് പ്രധാനപ്പെട്ട ദമ്പതി പൂജ. അതിന് 2 പേരും വേണം. ഒരു ടെൻഷനും വേണ്ട മോളെ, നവീൻ നാളെ തന്നെ എത്തും. എന്റെ ടെൻഷൻ അതല്ല. ആ കൃഷ്ണ എങ്ങാനും ഈ പൂജയുടെ കാര്യം അറിഞ്ഞ പിന്നെ അവളും നവീനും കൂടിയായിരിക്കും ഒരുമിച്ച് വരുന്നത്. അതൊന്നും സംഭവിക്കില്ല. ഇത്രയും ദൂരെ ഈ കാടിന് നടുവിലുള്ള ഈ അമ്പലത്തെക്കുറിച്ചും ഇവിടുത്തെ പൂജകളെ കുറിച്ചും ഒക്കെ അവൾ എങ്ങനെ അറിയാനാ? അതെ, ഗാഥാ മാഡം വെറുതെ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. നവീന്റെ എന്റെയും ജീവിതത്തില് എന്ത് മംഗളകാര്യം നടക്കാൻ പോയാലും അവിടെ എങ്ങനെയെങ്കിലും അവളെത്തി അത് കൊളാക്കി കയ്യിൽ തരും. അതാണല്ലോ അവളുടെ പതിവ്. അതുകൊണ്ടായിരിക്കും എന്റെ മനസ്സിൽ ഇങ്ങനൊരു പേടി വരുന്നത്. ഇത്തവണ അവൾ ഈ പരിസരത്തെങ്ങാനും വന്നാ ഞാൻ ചുമ്മാ ഇരിക്കുന്ന ആരും കരുതണ്ട. മോളെ, നീ ഈ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. കൃഷ്ണ ഇങ്ങോട്ട് വരാനേ പോകുന്നില്ല. നീ ചെന്ന് ഫ്രഷ് ആയിട്ട് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിക്കേ. ചെല്ല്.
ഇവന്മാരെ കണ്ടിട്ട് മൊത്തത്തിലൊരു ഡാർക്ക് ഫീലുണ്ട്. എന്തോ ഉടായ്പ ആൾക്കാരാണെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും കൊട്ടേഷൻ ആയിരിക്കോ? ആ ഹലോ, ആ അതെ, ഞങ്ങൾ പൊക്കോണ്ടിരിക്കോ. ഇടയ്ക്ക് ഞങ്ങളുടെ ജീപ്പ് ഒന്ന് കേടായേ. ഇപ്പോഴോ? ഇപ്പൊ കാറില്. ആ അതൊരു ടാക്സിയാ. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു പണി കിട്ടി. ആ അത് ഞങ്ങൾ ശരിയാക്കി കൊടുത്തോളാം. ഇല്ലില്ല, ഒരു ദയം കാണിക്കത്തില്ല. തീർത്തിട്ടേ വരൂ. ആ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. എന്താ നോക്കുന്നേ? ഏയ് ചുമ്മാ. നേരെ നോക്കി വണ്ടി ഓടിക്കടാ. അവിടെ അമ്പലത്തിൽ എന്താ പരിപാടി സാറേ? അതെന്തിനാ നീ അറിയുന്നേ? അല്ല, ചോദിച്ചതേ ഉള്ളൂ. കൂടുതൽ അന്വേഷണം ഒന്നും വേണ്ട. നീ നിന്റെ ജോലി നോക്കിയാൽ മതി. ഇല്ല പണി കിട്ടും, പറഞ്ഞേക്കാം. ഇവന്മാര് കൊട്ടേഷൻ ടീം തന്നെയാ. ഇത് മിക്കവാറും പണിയാവുന്ന തോന്നുന്നേ.